Yes, Sandy Abraham, very good evening. ഈ ഇന്ത്യ മുന്നണി കാത്തുകാത്തിരുന്ന് കിട്ടിയ ഒരു പ്രതിപക്ഷ പദവി, ആ പ്രതിപക്ഷ പദവി ആദ്യഘട്ടത്തിലെ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ ഒരുവിധം നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ശീതകാല സമ്മേളനമാകുമ്പോഴേക്കും ഒരുപാട് വിള്ളലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ രൂപപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അദാനിയുടെയും മോദിയുടെയും ഒക്കെ മുഖപടങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ടു. പക്ഷേ അവിടെ നിന്നും തൃണമൂൽ കോൺഗ്രസ്സുകാരെ കണ്ടില്ല, സമാജ്വാദി പാർട്ടിയെ കണ്ടില്ല, NCPയെ കണ്ടില്ല. മാത്രവുമല്ല, ഇത്തവണ പാർലമെന്റിൽ ദയനീയമാം വിധം ഫ്ലോർ മാനേജ്മെന്റിൽ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. ഇന്ത്യ മുന്നണി ഉലയുകയാണോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? ഗുഡ് ഈവനിങ്. കുറേ കാലത്തിന് ശേഷം വളരെ സന്തോഷം. താങ്കളുടെ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ ഏറെക്കാലത്തിന് ശേഷം കിട്ടിയ ഒരു പ്രതിപക്ഷ നേതൃപദവി അല്ലെങ്കിൽ പ്രതിപക്ഷ പദവി എന്നാണ് പറഞ്ഞത്. അതല്ല പ്രധാനം. BJPക്കെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികളായ മതനിരപേക്ഷ സ്വഭാവം പുലർത്തുന്ന കക്ഷികൾ ഒന്നിച്ചു നിൽക്കുക, അതൊരു സഖ്യം. ആ സഖ്യം ബലപ്പെടുക, ശക്തിപ്പെടുക, ഒന്നിച്ചു നിൽക്കുക, അതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. വളരെ പ്രതീക്ഷകൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ സഖ്യം ഇന്ത്യക്ക് നൽകിയതാണ്. പക്ഷേ ഇന്നതാണോ സ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സംശയത്തോടുകൂടി അതിനെ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ, ഒന്ന് അദാനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിനെതിരെ അമേരിക്കയിൽ അവിടുത്തെ പ്രോസിക്യൂട്ടർമാർ നൽകിയ കേസ്, ഫ്രോഡ്, അതുപോലെ തന്നെ അഴിമതി, അതാണ് കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം സംഭാൽ ഇഷ്യൂ, അതായത് ഉത്തർപ്രദേശിലെ ഒരു മോസ്കിൽ, സംഭാലിലെ മോസ്കിലുണ്ടായ വെടിവെപ്പ്, അവിടെ 5 പേര് മരിച്ച കാര്യം. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ ഇതിനോടൊന്നും സഹകരിക്കുന്നില്ല. ഈ 2 വിഷയങ്ങളിലും, അദാനിയുടെ വിഷയത്തിലാണെങ്കിലും സംഭാൽ വിഷയത്തിലാണെങ്കിലും വേണ്ട പോലെ സഹകരിക്കുന്നില്ല. അവർ ഏതാണ്ട് മാറി നിൽക്കുകയാണ്. അവർക്ക് അവരുടേതായ പല കാര്യങ്ങളുണ്ടാവും. ഇതിലാരോട് ഓർക്കേണ്ടത്, അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരെ, അതായത് പ്രതിപക്ഷ നിരയിലെ സീറ്റുകൾ ഓരോരുത്തർക്ക് അലോട്ട് ചെയ്തതുവരെ അവിടുത്തെ പ്രശ്നങ്ങളാണ്, ഈ മുന്നണിയിലെ പ്രശ്നങ്ങളാണ്. അതുപോലെ സംഭല് വന്നപ്പോൾ SP എന്താണ് ചെയ്തത്? SPക്ക് അദാനിയല്ല പ്രശ്നം, അദാനി ഇഷ്യൂ അവരതിനെ വലുതായിട്ട് കാണുന്നില്ല. അവർക്ക് സംഭൽ ഇഷ്യൂ ചർച്ച ചെയ്യണം. അങ്ങനെ ഏതാണ്ട് പ്രയോറിറ്റിയുടെ കാര്യത്തിൽ, സഭയിലെടുക്കേണ്ട മുൻഗണനയുടെ കാര്യത്തിൽ, അപ്പോൾ ഈ ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ആശയപരമായിട്ട് യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ, ഇഷ്യൂസ് സംബന്ധിച്ച് അതിന്റെ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ ഒരേ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഫ്ലോർ മാനേജ്മെന്റ് നടത്താൻ പറ്റുകയുള്ളൂ. അതിവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അരുൺ തന്നെ നേരത്തെ പറഞ്ഞു, ഈ പാർലമെന്റിന് പുറത്തു നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിലെ, ഉള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലൊക്കെ കോൺഗ്രസും കുറേയൊക്കെ ഇടതുപക്ഷ കക്ഷികളും DMK അതുപോലെയൊക്കെയുള്ള പാർട്ടികളും അല്ലെങ്കിൽ NCP അവരൊക്കെ ഒന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ SPയും സമാജ്വാദി പാർട്ടിയും ഈ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ 99 സീറ്റുകൾ കോൺഗ്രസ് വർദ്ധിപ്പിച്ചു, ശരിയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് ആണ്, രണ്ടാമത്തെ കക്ഷി സമാജ്വാദി പാർട്ടിയാണ്, മൂന്നാമത്തേത് തൃണമൂൽ കോൺഗ്രസുമാണ്. ഇതിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ കൂട്ടിയ കൂടൂല ഇന്ത്യ ബ്ലോക്ക് എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ RJD നേതാവ് ലലു പ്രസാദ് യാദവ് പറയുന്നത് മമതാ ബാനർജി നയിക്കട്ടെ, കോൺഗ്രസിൻ്റെ എതിർപ്പൊന്നും കണക്കാക്കേണ്ടതില്ല എന്നാണ്. ഇന്ന് രാംഗോപാൽ യാദവ്, സമാജ്വാദി പാർട്ടിയുടെ നേതാവും, ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി നേരത്തെ സംശയം പ്രകടിപ്പിച്ചു. NCPക്കും ഇതേ നിലപാടാണുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി പോരാ, ഇന്ത്യ ബ്ലോക്കിനെ കണ്ണി ചേർത്ത് നിർത്താൻ എന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുകയാണോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? യഥാർത്ഥത്തിൽ അതിനുള്ളൊരു മെച്യൂരിറ്റി രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, അഥവാ അതിനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ലേസണിംഗ് പൊളിറ്റീഷ്യനായി മാറാൻ കോൺഗ്രസിൻ്റെ നിരയിൽ ആരുമില്ലേ സണ്ണിക്കുട്ടി എബ്രഹാം? അരുണെ, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം, അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തെ 2 ടേമിലെ ഭരണം, അതിനുശേഷമുള്ള ഈ ഭരണം BJP ഏറ്റവും ബുദ്ധിമുട്ടിയ സമയമായിരുന്നു. അന്നവിടെ പാർലമെന്റിൽ നേതൃത്വം കൊടുത്തത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സംശയം വരുന്നത്? ഒന്ന്, ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം, മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ മാത്രം പരാജയമാണോ?
അവിടെ പിന്നെ ശിവസേനയ്ക്ക് യാതൊരു പങ്കുമില്ലേ? അവിടെ NCPക്ക് ഒരു പങ്കുമില്ലേ? NCPയുടെ ഏറ്റവും പ്രബലമായ, അവർക്ക് ഏറ്റവും ശക്തിയുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളൊക്കെ തൂത്തുവാരി മറ്റേ NCP കൊണ്ടുപോയി. അതുപോലെ തന്നെ പിന്നെ ശിവസേനയുടെ കാര്യത്തിൽ അതെങ്ങനെ കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമാവുന്നത്? അതിന് മഹാരാഷ്ട്രയിലെ പരാജയത്തിന്റെ പ്രധാന കാരണം കോൺഗ്രസ് ആണെന്ന് ആ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പിന്നെ എന്തിനാണ് NCPയും ശിവസേനയും ഒക്കെ ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ വളരെ സ്വാഭാവികം. നിങ്ങൾ ഇപ്പം പിന്നെ RJD നേതാവ് അദ്ദേഹം പറഞ്ഞു ഇനിയും ആര് നയിക്കട്ടെ, നമ്മുടെ മമത നയിക്കട്ടെ. ആരോട് ഓർമ്മയുണ്ടോ എന്നാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, മമതാ ബാനർജി നയിക്കട്ടെ. ആരോട് ഓർമ്മയുണ്ടല്ലോ, ഏതാണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പല്ലേ ഈ സഖ്യമുണ്ടായത്. സഖ്യമുണ്ടായപ്പോൾ എന്തായിരുന്നു തീരുമാനം? അതിന്റെ കൺവീനറായിട്ട് എല്ലാവരും കോൺഗ്രസ് അടക്കമുള്ളവര് തീരുമാനിച്ചത് ആരെയാ? നിതീഷ് കുമാറിനെ അല്ലേ? ആരാണ് എതിർത്തത്? നിതീഷ് കുമാർ കൺവീനർ ആവുകയാണെങ്കിൽ ഞാൻ ഈ സഖ്യത്തിലില്ല എന്ന് പറഞ്ഞ് ക്ഷോഭിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് മമതാ ബാനർജിയാ. അതിനോടൊന്ന് ഓർത്തു നോക്കി. അന്ന് നിതീഷ് കുമാർ ഇതിന്റെ കൺവീനറായിട്ട് വരികയും JDU കൂടെ ഈ മുന്നണിയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി ഇതാകുമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണിയെ പിളർത്തി BJP ക്യാമ്പിൽ നിതീഷ് കുമാർ കൊണ്ടുപോയില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ബീഹാറിലെ പൊളിറ്റിക്സ് ആയിരുന്നല്ലോ നിതീഷെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത്. ഞാൻ അങ്ങിലേക്ക് വരാം. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Debate with Dr. Arun Kumar.